ഇന്ന് നമുക്കൊരു സിമ്പിൾ മഷ്റൂം റെസിപ്പി ട്രൈ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കിയ മഷ്റൂം, സവാള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മഷ്റൂം ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുത്ത് ചൂടാക്കാം. ഈ ചൂടായ എണ്ണയിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാളയ്ക്ക് പകരം ചെറിയുള്ളി ആണെങ്കിൽ എപ്പോഴും ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ല, ഇവിടെ കിട്ടാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് നല്ലപോലെ വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മതിയെ. ഇതിൻ്റെ നിറം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച മഷ്റൂം ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. ഇവിടെ ആരും ഈ മഷ്റൂം ഇങ്ങനെ തൊലി കളയാറൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാനിത് തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തു. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇപ്പം ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ഇതിന് നല്ല വാട്ടർ കണ്ടന്റ് ഉള്ളതാണ്. ഈ വെള്ളത്തിൽ കിടന്ന് വേണം ഈ മഷ്റൂം വേവാനായിട്ട്. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ ഒരുപാട് വെള്ളം ഇറങ്ങി ഇത് കുഴയും. ഇടയ്ക്കിടയ്ക്ക് ഇതിന് മൂടി തുറന്ന് നമുക്കിതിൻ്റെ വെള്ളം വറ്റിയോ നോക്കാം. ഏകദേശം വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വെള്ളം വറ്റി തയ്യാറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിങ്ങനെ സെർവ് ചെയ്യാം.